സുരേഷ് ഗോപി വെറുമൊരു നടനല്ല, കേന്ദ്രമന്ത്രിയാണ്. ഉത്തരവാദിത്തപ്പെട്ട വകുപ്പിന്റെ ചുമതലയുള്ള കേരളത്തിനുള്ള കേന്ദ്രമന്ത്രി. വെറുതെ കേരളത്തിൽ നിന്നും രാജ്യസഭ വഴി തൂങ്ങി ഇറങ്ങി മന്ത്രിസഭയിലേക്ക് എത്തിയതുമല്ല. തൃശ്ശൂരിലെ വോട്ടർമാർ തലങ്ങും വിലങ്ങും നിന്ന് വോട്ട് ചെയ്ത് ലോക്സഭയിലേക്ക് പറഞ്ഞു വിട്ടതാണ്. തൃശ്ശൂരിലെ എല്ലാ വിഭാഗം ജനങ്ങളും വോട്ട് ചെയ്ത് ജയിപ്പിച്ചപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞതൊക്കെ കൃത്യമായിട്ട് തിരിച്ചവർക്ക് ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. കേന്ദ്ര പദ്ധതികൾ എല്ലാം വളരെ കൃത്യമായി തൃശ്ശൂർ മണ്ഡലത്തിൽ കൊണ്ടെത്തിച്ച് തനിക്ക് വോട്ട് ചെയ്തതാര്, ചെയ്യാത്തതാര് എന്നൊന്നും നോക്കാതെ എല്ലാവർക്കും അതിന്റെ ഗുണങ്ങൾ കിട്ടുന്നുവെന്ന് സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയുടെ തൃശ്ശൂർ ടീമും കൃത്യമായി അത് ഉറപ്പുവരുത്തുന്നുണ്ട്. അല്ലാതെ ഗുരുവായൂരിൽ തൊഴാൻ വേണ്ടി മാത്രമല്ല സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് എത്തുന്നതെന്ന് വ്യക്തം. ഇതിന്റെ ചുരുക്കിൽ പരാതിക്കാരെ അധിക്ഷേപിക്കുന്നു എന്നൊക്കെ തിരക്കഥ ഇറക്കുമ്പോൾ അതിനൊക്കെ അനിഷേധ്യനായി ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി നൽകി സുരേഷ് ഗോപി ഇന്നും തൃശ്ശൂർ മണ്ഡലത്തിലെ താരമായി നിൽക്കുകയാണ്. ഇപ്പോഴിതാ തൃശ്ശൂരിനെ മിന്നിച്ചുകൊണ്ട് വഴിയോര കച്ചവടക്കാരെ വാരിപ്പുണർന്ന് അവർക്ക് താങ്ങായി ഞെട്ടിച്ചുകൊണ്ട് PM സ്വനിധി വായ്പ തൃശ്ശൂരിൽ താരമാകുകയാണ്. രാജ്യത്ത് തന്നെ വഴിയോര കച്ചവടക്കാർക്കായുള്ള PM സ്വനിധി ഈട് രഹിത വായ്പ ഏറ്റവും അധികം വിതരണം ചെയ്ത മണ്ഡലങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലമാണ്. ഇതിന്റെ ക്രെഡിറ്റ് മൊത്തം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കാണ്. ഇതുവരെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വഴി നൽകിയത് 9,000 വായ്പകൾ. ഇതിലൂടെ ആകെ നൽകിയത് 12 കോടിയിലധികം രൂപ. ഉപഭോക്താക്കൾക്ക് ലഭിച്ചത് 29 ലക്ഷം രൂപയുടെ സബ്സിഡിയും 20 ലക്ഷം രൂപയുടെ ഡിജിറ്റൽ ക്യാഷ് ബാക്കും. അങ്ങനെ തൃശ്ശൂരിലെ വഴിയോര കച്ചവടക്കാർക്ക് സാമ്പത്തിക വളർച്ചയുടെ പുതിയൊരു ചുവടുവയ്പായി മാറിയിരിക്കുകയാണ് PM സ്വനിധി. പദ്ധതിയുടെ ഭാഗമായി കൃത്യമായി പറഞ്ഞാൽ 8,919 വായ്പകളാണ് കഴിഞ്ഞ ആഴ്ച വരെ വിതരണം ചെയ്തത്. 11.19 കോടി രൂപയാണ് ഈ വായ്പകളുടെ ആകെ മൂല്യം. 20 ലക്ഷം രൂപയാണ് ഡിജിറ്റൽ ക്യാഷ് ബാക്കായി തൃശ്ശൂരിലെ വ്യാപാരികൾക്ക് ലഭിച്ചത്. അടുത്ത ഘട്ടമായി 10,643 കച്ചവടക്കാർ കൂടി ഈ PM സ്വനിധി ഈട് രഹിത വായ്പ ലഭ്യമാക്കുമെന്ന് ഉറപ്പു നൽകിയിരിക്കുകയാണ് സുരേഷ് ഗോപി. 2020 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തുടക്കമിട്ട ഈ പദ്ധതി 2030 വരെ നീട്ടിയിട്ടുണ്ട്. ഒരു ഈടും കൂടാതെയാണ് വായ്പ നൽകുന്നത്. അങ്ങനെയാണ് ഈ പദ്ധതി എന്ന് തൃശ്ശൂരിലെ ജനങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ സുരേഷ് ഗോപിക്കും കുട്ടർക്കും ഉണ്ടായിരുന്നുള്ളൂ. കൃത്യമായി വായ്പകൾക്ക് അപേക്ഷകൾ ലഭിച്ചു. ലഭിച്ച അപേക്ഷകളിൽ ജെന്യുവനായിട്ടുള്ള എല്ലാത്തിനും വായ്പ അനുവദിക്കുകയും ചെയ്തു. മിക്കപ്പോഴും ആവശ്യത്തിന് ഈട് നൽകാൻ സാധിക്കാത്തതിനാൽ സ്ഥിരം വഴിയോര കച്ചവടക്കാർ വട്ടിപ്പലിശക്കാരെ മൊത്തമാണ് ആശ്രയിക്കുന്നത്. അങ്ങനെ കുടുംബം വരെ കുത്തുപാള എടുത്ത ഒരുപാട് വഴിയോര കച്ചവടക്കാരുടെ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞാണ് സുരേഷ് ഗോപി ഈ പദ്ധതി തൃശ്ശൂരിലേക്ക് അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ വഴിയോര കച്ചവടക്കാർ ഇപ്പോൾ വട്ടിപ്പലിശക്കാരുടെ ഗുണ്ടാ മാഫിയകളുടെ പിടിയിൽ നിന്നും പൂർണ്ണമായും സ്വതന്ത്രരാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത്തരം സാഹചര്യത്തിലാണ് PM സ്വനിധിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്തത്. തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന തിരിച്ചൽ കാർഡ്, ആധാർ കാർഡ് എന്നിവയാണ് ഈ വായ്പ നേടിയെടുക്കുന്നതിനുള്ള ഏക ആവശ്യമായ രേഖകൾ. പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ 10,000 രൂപയുടെ ആദ്യഘട്ട വായ്പ 15,000 രൂപയെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 20,000 രൂപയുടെ രണ്ടാം ഘട്ട വായ്പ 25,000 രൂപയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മൂന്നാം ഘട്ടത്തിൽ 50,000 രൂപയാണ് വായ്പ. കൂടാതെ ഉപഭോക്താക്കൾക്ക് 30,000 രൂപ വരെ ക്രെഡിറ്റ് പരിധിയുള്ള UPI സൗകര്യമുള്ള ക്രെഡിറ്റ് കാർഡും നൽകും. റീറ്റെയിൽ ഇടപാടുകൾക്ക് പരമാവധി 1,200 രൂപ ക്യാഷ് ബാക്കും ഹോൾസെയിൽ കച്ചവടങ്ങൾക്ക് 400 രൂപ ക്യാഷ് ബാക്കും വ്യാപാരികൾക്ക് കിട്ടും, വഴിയോര കച്ചവടക്കാർക്ക് കിട്ടും. സാമ്പത്തിക നേട്ടം, ഡിജിറ്റൽ സാക്ഷരത, ഇ-കൊമേഴ്സ്, പാക്കേജിംഗ്, ഭക്ഷ്യസുരക്ഷ, ശുചിത്വം തുടങ്ങിയ മേഖലകളിൽ പരിശീലന പരിപാടികളും ഇതിന്റെ ഭാഗമായി തൃശ്ശൂരിൽ കൃത്യമായി നടത്തിയിട്ടുണ്ട്. ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല, ഒരു തുടക്കം മാത്രമാണെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. എന്തൊക്കെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് മുന്നിൽ എത്തേണ്ടതുണ്ടോ അവയെല്ലാം തൃശ്ശൂരുകാർക്ക് മുന്നിൽ ഇലയിട്ട് കൃത്യമായി വിളമ്പിയിരിക്കും എന്നാണ് സൂപ്പർ സ്റ്റാർ കേന്ദ്രമന്ത്രി ഇപ്പോൾ പറയുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച